എല്ലാം ഉറപ്പായി കേൾക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. വിഷുവിൻ്റെ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ട്, ഒന്നല്ല 2 വീഡിയോ ഇട്ട്. അന്ന് നിങ്ങൾ കണ്ടിട്ടു ആദ്യം. നിങ്ങളതിൻ്റെ യൂട്യൂബ് ചാനലൊന്ന് പോയി നോക്ക്. ഒറ്റൊരു ദിവസം കൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സായി 23 ആയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സങ്കടം വരികയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സ്കൂൾ ടൈം, ഞാൻ അപ്പോൾ 5ലാണ് പഠിക്കുന്നത്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി നിന്ന നിമിഷങ്ങളിപ്പോൾ ഓർമ്മ വരിക. നിങ്ങൾ ഈ കുഞ്ഞിക്കവിൽ മേഘമേ ആ പാട്ടില്ലേ, അത് വെക്കുക. അത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂൾ കാലം, ഞാൻ 5, നിങ്ങളിപ്പോൾ 10ലാണ് വിചാരിക്കുക, അല്ല 5ലാണ് വിചാരിക്കുക. നിങ്ങൾ 5 തുടക്കം മീൻസ് ടീച്ചേഴ്സ് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് തൊട്ട് അവസാനം സ്കൂൾ പൂട്ടണ വരെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിച്ചതും ടീച്ചേഴ്സിൻ്റെ കൂടെ ചിലവഴിച്ചതും, ഇനിയിപ്പോൾ ഇത് ടീച്ചറാണ് കാണണമെങ്കിൽ മക്കളുടെ കൂടെ ചിലവഴിച്ചതും കുട്ടിയൊക്കെ അടി കൊടുത്തതും അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാവുമല്ലോ, അതൊക്കെ ആലോചിച്ച് നോക്കുക. നമ്മളും അതേപോലെ ഓരോന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെത് കൂടുതലും ഫീമെയിൽസാണ് കാണുന്നത്. അപ്പോൾ സാരമില്ല, എനിക്കെന്തോ ഒരു പറഞ്ഞറിയിക്കാത്ത ഒരു സന്തോഷം. സൈനിങ് ഔട്ട്. അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാവോ? ഇതിപ്പം കഴിയും. പിന്നെ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാണണം. ടാറ്റാ, ബൈ ബൈ.